വേണുഗോപാൽ ജയിച്ചാൽ രാജ്യസഭയിൽ ബി.ജെ.പിയുടെ അംഗബലം കൂടും. ഈ സാഹചര്യത്തിൽ മതേതര വിശ്വാസികൾ കെ.സി. വേണുഗോപാലിനെതിരെ തിരിയുമോ എന്നതാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ ആശങ്ക. അവരുമായി ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. നിർഭൻ തുടരുക. ഷാജഹാൻ, ഈ വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു എന്ന് വന്നപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു ആശങ്ക, വലിയ തരത്തിലുള്ള അതൃപ്തി ആലപ്പുഴയിൽ നിന്ന് തന്നെ ഉയരുകയുണ്ടായി. കോൺഗ്രസ് ന്യൂനപക്ഷങ്ങൾക്ക് കരുതി വെച്ചിരുന്ന സീറ്റ് കെ.സി. വേണുഗോപാലിന് കൊടുത്തപ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു സമവാക്യം അവിടെ പൊളിയുകയും ചെയ്തു. ഇവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ വേണുഗോപാൽ തോൽക്കുന്നതാണ് നല്ലതെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. കാരണം ദേശീയ തലത്തിൽ ഒരു ബി.ജെ.പി എം.പിയെ കൂടി രാജ്യസഭയിൽ സംഭാവന ചെയ്താൽ രാജ്യസഭയിൽ ഇനി കേവലം 4 അംഗങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ബി.ജെ.പിക്ക് എൻ.ഡി.എ സഖ്യകൾക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു രാജ്യസഭയിലേക്ക് ഒരു എം.പിയെ സംഭാവന ചെയ്യണോ അതോ ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിനെ തോൽപ്പിക്കണോ? ഈ ചോദ്യം ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാർ തന്നെ ചോദിക്കുകയാണ്. ആ ചോദ്യം ശക്തമാവുകയാണ്. എന്താണ് ആലപ്പുഴയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സിജു ചോദിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം 4 സീറ്റുകളുടെ കുറവ് മാത്രമാണ് ബി.ജെ.പിക്ക് രാജസ്ഥാനിലുള്ളത്. കെ.സി. വേണുഗോപാൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അത് 3 കുറയും. സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് ഓരോ സ്റ്റെപ്പ് വെച്ച് കയറാനുള്ള ഒരു സാഹചര്യമാണ് അതിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാരടക്കമുള്ളവർ പറയുന്നത് യാതൊരു കാരണവശാലും ഇതിനെ അനുവദിച്ചു കൊടുക്കരുത്. കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ശക്തമായിട്ട് ഒരു സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോയി നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി.ജെ.പി സർക്കാരിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിന് ബദലായിട്ട് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പോലും ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കാനും മറ്റ് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ല, ആലപ്പുഴയിൽ മത്സരിക്കാനും നേതാക്കൾ ഇല്ല, ഒട്ടനവധി നേതാക്കളുണ്ട്. പക്ഷേ അതിനൊന്നും മറ്റ് നേതാക്കളെ ഒന്നും തന്നെ അനുവദിക്കാതെ കെ.സി. വേണുഗോപാൽ തന്നെ അതിന് പ്രത്യേക ഒരു പാനൽ തയ്യാറാക്കുന്നു. മുരളീധരനെ ഒഴിവാക്കുന്നു. അവിടെ ഷാഫി പറമ്പലിനെ ഇട്ട് കമ്മ്യൂണൽ, അതായത് ന്യൂനപക്ഷ സമുദായത്തിന് എതിർപ്പുണ്ടാകാത്ത തരത്തിൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. പക്ഷേ അവിടെ തന്നെ ലീഗിൻ്റെ അടക്കമുള്ള വലിയൊരു വിഭാഗത്തിൻ്റെ എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ കെ.സി. വേണുഗോപാൽ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതൊക്കെ പറഞ്ഞ് നേരിയ തോതിലാണെങ്കിലും അതിലൊരു ശമനമുണ്ടാക്കിയതിന് ശേഷമാണ് കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള ഇടം കണ്ടെത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ മത്സരിക്കുന്നതോടുകൂടി കെ.സി. വേണുഗോപാൽ ഇപ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിൽ ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ നടത്തുന്നതെന്നാണ് കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കാരണം അദ്ദേഹം കേരളത്തിൽ നിന്ന് വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഇനി കേരളത്തിൽ അദ്ദേഹത്തിന് ആധിപത്യം ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ നിലവിലെ നേതാക്കളെ വെട്ടി പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമ്പോൾ ഷാജഹാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ ആലപ്പുഴയിൽ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തുന്നുണ്ട്. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കുമ്പോൾ ഒന്ന്, അവിടെ നേരത്തെ കരുതിയിരുന്ന ഷാനിമാൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കളെയായിരുന്നു. അത് അവിടെ പൊളിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്, ഈ കേരള രാഷ്ട്രീയത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുക എന്നുള്ള ഒരു നിലപാട് വേണുഗോപാലിനുണ്ട്. മൂന്നാമതായി, അവിടെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ഏറ്റവും അധികം ശക്തമായൊരു പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം ആലപ്പുഴ എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നു. കാരണം രാജ്യത്തെ മതനിരപേക്ഷത, രാജ്യത്തെ ജനാധിപത്യം അതേപടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ.ഡി.എയുടെ ബി.ജെ.പിയുടെ ശക്തി കുറയേണ്ടതുണ്ട്. രാജ്യസഭയിൽ ഒരു കാരണവശാലും ഒരു സീറ്റ് പോലും അധികം ഉണ്ടാകരുതെന്ന ആശങ്ക രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ജനങ്ങൾ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ഇത്തവണ നടത്താൻ സാധ്യതയുണ്ടോ? കോൺഗ്രസ്സുകാർക്ക് തന്നെ ഈ ആശങ്കയുണ്ട്. കെ.സി. വേണുഗോപാലിന് ഇല്ലാത്തൊരാശങ്ക ആ ജില്ലയിലെ കോൺഗ്രസ്സുകാർക്കുണ്ട്. പ്രത്യേകിച്ചും ഷുക്കൂർ അടക്കമുള്ള ചില നേതാക്കൾ അവിടെയുണ്ട്, വളരെ അസ്വസ്ഥരായവരുണ്ട്. അവരൊക്കെ തന്നെ ഇത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വേണുഗോപാലിൻ്റെ ആ സൂത്രങ്ങൾ കൃത്യമായി ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ അദ്ദേഹം ആധിപത്യം ഉറപ്പിക്കുക എന്ന് തന്നെയാണ് കെ.സി. വേണുഗോപാൽ ലക്ഷ്യം വയ്ക്കുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമായി കഴിഞ്ഞാൽ നമുക്കറിയാം. ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപാണ് തനിക്കൊരു എതിരാളി ഉള്ള എതിരാളിയെ മഹാരാഷ്ട്രയിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ട്. അവിടുത്തെ ചുമതലയ്ക്ക് കേരളത്തിൽ നിന്നും തനിക്കെതിരെ വരാൻ, അതായത് ജാതി സമവാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ തനിക്കെതിരായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരാളെ പറഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് വിടുന്നു. കേരളത്തിൽ അപ്പോൾ അവിടെ തൊട്ട് നമുക്കറിയാം കോൺഗ്രസിലെ ചില നേതാക്കൾ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചില വെട്ടിനിരത്തലുകളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം പ്ലാറ്റ്ഫോം ഒരുക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 1-2 സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ടും അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ശരിയാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നു. അത് തന്നെയാണ് നേരത്തെ നമ്മൾ പങ്കുവച്ച കോൺഗ്രസ് നേതാക്കളും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം. രാജ്യസഭയിൽ അദ്ദേഹത്തിന് സീറ്റുണ്ട്, അദ്ദേഹം എം.പി ആണ്. പിന്നെ കേരളത്തിൽ വന്നിട്ട് വീണ്ടും പാർലമെൻറ്റിലേക്ക് ഒരു എം.പി ആയിട്ട് പോയിട്ട് ഉള്ള സീറ്റ് നഷ്ടപ്പെടുത്തി ബി.ജെ.പിയെ സഹായിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ
കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാലിനെ ജയിപ്പിച്ച് രാജ്യസഭയിൽ NDAയുടെ ശക്തി കൂട്ടണോ, ആലപ്പുഴയിൽ വേണുഗോപാലിനെ തോൽപ്പിച്ച് രാജ്യസഭയിലേക്ക് ഒരു BJP MPയെ സംഭാവന ചെയ്യാതിരിക്കലാണോ നല്ലതെന്നുള്ള ചോദ്യമാണ് ആലപ്പുഴയിലെ വോട്ടർമാർ ചോദിക്കുന്നത്. കോൺഗ്രസ്സുകാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വിവരങ്ങളാണ് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്.